ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ രാവിലെ നമ്മൾ ജോലികളെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ SNDPയിൽ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. നമ്മളുടെ കുടുംബ സംഗമം നടക്കാൻ പോവാണ് അടുത്ത ആഴ്ച. അതിനോടനുബന്ധിച്ച് കുട്ടികളുടെ കലാപരിപാടികളും കലാവിനോദനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പോവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ആദ്യം അമ്പാടിക്കുട്ടൻ പോയായിരുന്നു. അതിനുശേഷം ഞാനും ചന്തക്കുട്ടനും അദ്ദേഹം കൂടിയിട്ട് പോകുന്നതാണ്. നമ്മൾ 3 പേരും കൂടിയിട്ടാണ് കേട്ടോ പോണത്. തൊട്ടടുത്ത് തന്നെയാണ്. അത് കാരണം കൊണ്ട് ഞങ്ങൾ 3 പേരും കൂടിയിട്ട് സ്കൂട്ടറിൽ കയറി പോവുകയാണേ. നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള സ്ഥലം ഞാൻ എപ്പോഴും കാണിച്ചു തരാറുള്ളതാണ്. നല്ല പാടവും വയലും കാര്യങ്ങളും അവിടെയൊക്കെ കപ്പത്തോട്ടമൊക്കെ കപ്പ നട്ടുപിടിപ്പിച്ചേക്കാണ് കേട്ടോ ഇത്തവണ. നന്നായിട്ട് കപ്പയൊക്കെ വളർന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മളുടെ SNDP കേട്ടോ. ഇത് അടുത്തുള്ള വീടുകളിലെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എല്ലായിടവും നല്ല പച്ചപ്പ് നിറഞ്ഞ മനോഹരമായിട്ടുള്ള സ്ഥലമായിട്ടാണ് നമ്മളുടെ നാട്ട് ഗ്രാമമാണ് കേട്ടോ. നമ്മളുടെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള കുറച്ച് സ്ഥലമാണ്. സാധാരണ ആൾക്കാർ താമസിക്കുന്നതാണ്. എന്നാൽ വലിയ ആൾക്കാരല്ല, നല്ല കുറച്ച് ഇടത്തരത്തിലുള്ള ആൾക്കാരുകളൊക്കെ ജീവിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മളുടെ SNDPയിൽ ആണിന്ന് കുട്ടികളുടെ കലാപരിപാടികളൊക്കെ നടത്താൻ പോകുന്നത്. നമ്മൾ അവിടെ എത്തിയിട്ടോ. ഒരു 2 മിനിറ്റുള്ളൂ കേട്ടോ സ്കൂട്ടറിന് വരികയാണെങ്കിൽ, അത്രയും നേരമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കുട്ടികളുടെ മിഠായി പിറക്കലിന് അധികം കുഞ്ഞു കുട്ടികൾ ഉണ്ടായിരുന്നില്ലായിരുന്നു. അത് കാരണം കൊണ്ട് കസേരകളി നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് കസേരകളി നടത്തി. ചെറിയ കുട്ടികളുടെയും പിന്നെ വലിയ ബോയ്സിൻ്റെയും ഒക്കെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എല്ലാം കൂടിയിട്ട് അധികം കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള മത്സരങ്ങളാണ് കേട്ടോ നടന്നത്. എന്നാലും ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും തന്നെ, കുട്ടികളെല്ലാവരും തന്നെ അതിലെല്ലാം പങ്കെടുത്തു. അത് ഭയങ്കര സന്തോഷമായിട്ട്, അവരുടെ ഒരു സന്തോഷമല്ലേ. പിന്നെ നമ്മളുടെ കുടുംബസംഗമം നടക്കുമ്പോൾ വലിയ അധ്യക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉദ്ഘാടകൻ പിന്നെ എന്താണ് പ്രാസംഗികനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഒരു ഷൈൻ ചെയ്യാനുള്ളൊരു അവസ്ഥയും കൂടെ, കാരണം പറഞ്ഞാൽ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന്. അപ്പം ഓരോ കുട്ടികളും വിജയിക്കുകയാണ്. എന്താണ് ഇതിനോടൊപ്പം തന്നെ അമ്മമാരുടെ കസേരകളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അതിൽ പങ്കെടുത്തു. അങ്ങനെ ഇങ്ങനെ ഓരോ കസേരകളും നീക്കി ഈ കസേരയിലിരിക്കുക, ഏത് കസേരയിലിരിക്കും എന്നുള്ള ഒരു ഇതിൽ ആകാംക്ഷയോട് കൂടിയിട്ട് നമ്മളങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒരു കസേര എടുത്ത് മാറ്റി. ഇപ്പോൾ 4 പേരായി. 4 പേര് 3 കസേരയേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും ഒരാൾ പുറത്ത് പോകണം. അതാണല്ലോ കസേരകളി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ കസേരകളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ തോറ്റിട്ടില്ല കേട്ടോ. വീണ്ടും ഞാനും 2 ചേച്ചിമാരും കൂടിയിട്ടാണ് വീണ്ടും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 2 കസേരയ്ക്ക് വേണ്ടിയിട്ട് 3 പേര് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ ഇരുന്നുകൊണ്ട് കൈയൊക്കെ അടിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വിസിലടിക്കുന്ന ആൾ പുറം തിരിഞ്ഞിരുന്നാണ് വിസിലടിക്കുന്നത്. കാരണം പറഞ്ഞാൽ ആളെ കണ്ട് വിസിലടിച്ചു എന്ന് പറയരുതല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് സെക്കൻഡ് പ്രൈസ് എന്താണ്, ഞാനും വേറൊരു ചേച്ചിയും കൂടി മാത്രമായിട്ടോ. അങ്ങനെ ഒരു കസേരയിൽ 2 പേരിൽ നിന്ന് അങ്ങനെ കസേരകളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആര് ജയിക്കുമെന്ന് നോക്കാം എന്നുള്ള രീതിയിൽ കസേര ഇങ്ങനെ വിടാണ്ട് കസേരയുടെ ബാക്കിലെത്തുമ്പോൾ എൻ്റെ സ്പീഡ് കൂടും കേട്ടോ. അങ്ങനെ വന്നിരുന്നു. അങ്ങനെ കസേരകളിക്ക് സമ്മാനം കിട്ടിയിട്ടോ. പിന്നെ കുട്ടികളുടെ സ്പൂൺ റേസായിരുന്നു. സ്പൂൺ റേസിനും അങ്ങനെ 2 പേര് ഫസ്റ്റ് സെക്കൻഡ് മാത്രമായിട്ടുള്ളൂ. അങ്ങനെ വലിയ കുട്ടികളുടെയും ചെറിയ കുട്ടികളുടെയും സ്പൂൺ റേസ് നടന്നു. ഇത് എല്ലാവരും ഫ്രണ്ടിൽ പോകുമ്പോൾ അങ്ങനെ നാരങ്ങ ചാടിപ്പോയാലും വേണ്ടില്ല, ആദ്യം എത്തണം എന്നുള്ള രീതിയിലാണ് ചിലരുടെ ഓട്ടം പറ്റാൻ കണ്ടിട്ടുണ്ടെങ്കിൽ. അടുത്തെത്താറാകുമ്പോൾ നാരങ്ങ ചാടിപ്പോവും. പിന്നെ മെഴുകുതിരി കത്തിച്ചോട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മെഴുകുതിരി കത്തിച്ചോട്ടത്തിൽ നമ്മളുടെ അമ്പാടിയാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയത്. അമ്പാടിക്ക് പിന്നെ സ്പൂൺ റേസിനും ഉണ്ടായിരുന്നു. അമ്പാടിയുടെ കൈ ഇങ്ങനെ അതിട്ട് വച്ചേക്കായിരുന്നല്ലോ. അമ്പാടി ഒന്ന് വാട്ടർ ടാങ്ക് കഴുകാൻ വേണ്ടിയിട്ട് മുകളിൽ കയറിയതാണ്. ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവൻ്റെ കൈ ഒന്ന് ഒന്ന് വലിഞ്ഞു. അപ്പോൾ കൈ ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചേക്കുവാണ്, ബാൻഡേജ് വെച്ചിട്ട്.
അത് കഴിഞ്ഞ് പിന്നെ പാറുക്കുട്ടിയുടെ ഒരു പാട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഒരു കുറച്ച് മാമ്പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. മാമ്പഴം വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ നന്നായിട്ട് വെന്തതിന് ശേഷം തേങ്ങ അരപ്പൊക്കെ ഒഴിച്ചു. തേങ്ങ അരപ്പ് ഒഴിച്ചതിന് ശേഷം വീണ്ടും തൈര് ഉണ്ടായിരുന്നു. തൈര് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് കൊണ്ടുവന്നതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കടുവും താളിച്ച് ഒഴിച്ചു കേട്ടോ. അത് നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി ആയിരുന്നു കേട്ടോ. നന്നായിട്ട് കുറുകി നല്ല തൈരായിരുന്നു. അപ്പോൾ നല്ല തൈരും തേങ്ങയും നന്നായിട്ട് അരച്ച് എല്ലാം കൂടി ആയപ്പോൾ മാമ്പഴവും നല്ലതായിരുന്നു. എല്ലാം കൂടി ആയപ്പോൾ കറി അങ്ങോട്ട് ഉഷാറായി. അതിൻ്റെ കൂടെ കുറച്ച് ശർക്കരയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കറിയെന്ന് വെച്ചാൽ അമ്പാടി വാരി വാരി കഴിക്കാറ്. അമ്മയെ കുറച്ചുകൂടെയും കറി എന്നും പറഞ്ഞുകൊണ്ട് അമ്പാടി അങ്ങനെയാണ് അമ്പാടി ചോറുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മൾ വീട്ടിൽ കുടുംബയോഗം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം അപ്പുറത്തെ വല്യമ്മ നമുക്കൊരു ചക്ക തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്ക ഞാൻ നന്നാക്കി കുറച്ചെടുത്ത് വറുത്തു, കുറച്ച് തോരൻ വയ്ക്കുകയും ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ചക്ക തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയും ഉണക്കമുളകും പിന്നെ തേങ്ങയെല്ലാം വേപ്പിലെല്ലാം ഇട്ടൊന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം വേവിച്ച് വെച്ച ചക്കയിട്ട് നമ്മൾ ഇളക്കി എടുത്തു. അപ്പോൾ നല്ല ചക്കക്കൂട്ടാനായി. പിന്നെ നമ്മളുടെ മാമ്പഴ പുളിശ്ശേരിയായി. പിന്നെ രാവിലെ വാങ്ങിയ കുറച്ച് ഇറച്ചിക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ചോറൂണൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോറൂണ് കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് പോയേ. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ എന്താ പരിപാടി നോക്കി, എൻ്റെ പ്ലേറ്റിലെ ചോറൊക്കെ തീർന്നു. എന്നിട്ട് ഞാൻ എന്തേ മാങ്ങ കഷ്ണം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കണേ കാണുന്നത്. എഴുന്നേറ്റ് പോകാൻ തോന്നണില്ല. വീണ്ടും മാങ്ങ എടുത്ത് അതിലേക്ക് വീണ്ടും പ്ലേറ്റിലേക്ക് കറിയിട്ട് ആസ്വദിച്ച് കഴിക്കുകയാണ്. നിങ്ങളിങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാറുണ്ടോ? ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ മനസ്സറിഞ്ഞ് കഴിക്കണം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു.